സമാധാനപ്രിയനാ ബേസിക്കലി. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ വലിയ പാടല്ലേ. ഇല്ലെങ്കിൽ നമ്മൾ ഇതും കൊണ്ട് നടക്കണ്ടേ, ഈ വെറുപ്പും ആഹ്. വിദ്വേഷവും ഒക്കെ കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവൂല. ഓക്കെ. വീട്ടിൽ ചെന്ന് കയറുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ആ സമാധാനത്തോടെ പോകണമെങ്കിൽ ഒരു സുഖമല്ലേ. അപ്പൊ ഇപ്പൊ ഒരാളായിട്ട് തർക്കം ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പം ഇപ്പൊ നമ്മുടെ ഭാഗത്താണ് ശരിയെന്ന് വിചാരിക്കുക. എന്നിട്ട് അയാളിങ്ങനെ തർക്കിച്ചോണ്ടിരിക്കുക. അപ്പൊ അയാളോട് തർക്കിക്കൊക്കെ ചെയ്യും, പക്ഷെ തർക്കിക്കൊക്കെ ഉണ്ടല്ലേ? തർക്കിക്കൊക്കെ ചെയ്യും, പക്ഷെ ആ. തർക്കിച്ച് കഴിഞ്ഞോണ്ട് അതുകൊണ്ട് വഴക്കില്ല. ഓ, അതവിടെ തീരുകയാണ്. അതവിടെ തീർന്ന് പിന്നെയും അതിന്റെ അടുത്ത പരിപാടി. ഇപ്പൊ ആ. ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ പിറ്റേ ദിവസം ഞാൻ ഫോൺ വിളിക്കും. ഓ. അവർ പോലും പ്രതീക്ഷിക്കില്ല എൻ്റെ ഒരു ഫോൺ വിളി വരും, തർക്കിച്ചാണല്ലോ പിരിഞ്ഞത്. ആ. പക്ഷെ ആ. അങ്ങനെ ഫോൺ വിളിച്ച് അത് തീർക്കും അപ്പൊ തന്നെ. ഓ. 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 ഇത് ഈ ബിസിനസ് ടാക്ടിക്സ് ആയിട്ട് വരുന്നതാണോ അതോ ഒരു സ്വഭാവമായിട്ടുള്ളൊരു? സ്വഭാവമായിട്ട് വന്നതാന്ന് തോന്നുന്നു എനിക്ക്. ആ. ആ. എനിക്ക് തോന്നുന്നു എൻ്റെ ഫാദർ അങ്ങനെയായിരുന്നു. ആ. 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 എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും. ഓക്കെ. 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 ഞാൻ ഇതേപോലത്തെ സ്വഭാവം കേട്ടിട്ടുള്ളത് സിദ്ദിഖയ്ക്കും കൂടിയാണ്. ആ, സിദ്ദിഖിലല്ല സിദ്ദിഖ. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പുള്ളി പിന്നെ വഴക്കുണ്ടാക്കൂലല്ലോ. ഒട്ടും വഴക്കുണ്ടാക്കില്ല എന്നും കേട്ടിട്ടുണ്ട്. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ ഒന്ന് മീറ്റ് ഇന്റർവ്യൂ ചെയ്തിട്ടില്ലേ? ചെയ്യണം. ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂ ഞാൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ ഒരു പുസ്തക പ്രകാശനം ഒരു ചടങ്ങ് നടന്നപ്പോൾ സെൻട്രൽ സ്ക്വയർ മാളിൽ വെച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ വലിയ ഫാനാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും മലയാള സിനിമ കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഗോഡ് ഫാദറിന്റെ ഒക്കെ ഒരു തുല്യ ശില്പിക്ക് കൊടുക്കേണ്ട ആ ഒരു ബഹുമാനം. സിദ്ദിഖ് ലാൽ പടങ്ങൾ എന്ന് പറഞ്ഞാൽ അതെ, അതെ, അതെ. അപ്പം അത് കൊടുത്തിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിനോട് എനിക്ക് സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവിതത്തിലെ പല കാര്യങ്ങളും നേരിട്ട വിധമൊക്കെ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അപ്പൊ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു അഭിമുഖം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിലിങ്ങനെ ഒരു 100 നല്ല കമന്റ് ഉണ്ടെങ്കിൽ അത് ആലോചിച്ചിട്ട് എനിക്ക് സന്തോഷം തോന്നാറില്ല. ഒരു മോശം കമന്റ് ഉണ്ടായിരിക്കും. അതാലോചിച്ച് ഞാൻ എന്തായിരിക്കും അവ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, അപ്പൊ അവനെ എങ്ങനെ ഇത് തിരുത്തി പറയിപ്പിക്കാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് ഭയങ്കര തോട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സിദ്ദിഖയുടെ കൂടെ ട്രാവൽ ചെയ്തിട്ട് അദ്ദേഹത്തിലൊരു നന്മയായിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത് ക്ഷമ. ക്ഷമ അല്ലേ? പിന്നെ ആര് വിളിച്ചു ചോദിച്ചാലും അതിലൊരു വേഷം ഉണ്ടെങ്കിൽ പുള്ളി കൊടുക്കാൻ ശ്രമിക്കും. ഓ. ആര് ഓ. വിളിച്ചു ചോദിച്ചാലും നോക്കാട്ടാ നോക്കാട്ടാ എന്ന് പറഞ്ഞ പുള്ളി അത്. ഞാൻ സംസാരിച്ചേക്കണ എല്ലാവരും അങ്ങനെ പറഞ്ഞു, പുള്ളി വിളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടേക്കണേ. ഉം. വളരെ റെയറായിട്ട് മാത്രമേ ചിലവരെ, അത് ചിലപ്പോൾ വേഷം ഇല്ലാഞ്ഞിട്ടായിരിക്കും, പക്ഷെ പുള്ളി അത് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി ഇൻക്ലൂഡ് ചെയ്യും. ഉം. 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 അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ 2-3 ഫ്രണ്ട്സ് അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ചടാ, ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് പുള്ളി എന്നെ വിളിച്ചു, വേഷമുണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ. ഈ ഉരുളക്കുപ്പേരി മറുപടികൾ തരാൻ ശരിക്കും ആരാ ബെസ്റ്റ്, സിദ്ദിഖാണോ ലാലാണോ? രണ്ടും കണക്കാ. ആ. ജഗദീഷ്, സിദ്ദിഖ്, മുകേഷ് എല്ലാം. ജയറാം മോശമാണ്. ആ. 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 എല്ലാരും. ഈ കഥ ഉണ്ടാക്കാൻ ആരാ ബെസ്റ്റ്? എങ്ങനത്തെ തമാശയാ? അതായത് ഇപ്പൊ അപ്പഹാജിക്ക് ഒരു അബദ്ധം പറ്റി, അതിനെപ്പറ്റി ഒരു കഥ ഉണ്ടാക്കി ഫലിപ്പിക്കാൻ ആരാ ബെസ്റ്റ്? ജയറാം, ജഗദീഷ്, മുകേഷ്? എല്ലാരും കണക്കാ. ആ. ആ. ഷാഫി, റാഫി, ആ. അവരൊക്കെ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരാ. ഏറ്റവും അധികം അപ്പഹാജ് ഉപയോഗിച്ചു ആ വിധത്തിൽ എന്ന് അപ്പഹാജിക്ക് തോന്നിയിട്ടുള്ളത് ആരാ? ഏത് വിധത്തില്? ഇങ്ങനെ കഥ ഉണ്ടാക്കി പറഞ്ഞതിൽ വിജയിച്ചു എന്ന് തോന്നിയിട്ടുള്ള ആരാ? അതെനിക്ക് തോന്നുന്നു മുകേഷ് ഒക്കെ തന്നെ ആയിരിക്കും. നമ്മള് പോലും ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടാവും, പക്ഷെ അതിൽ നിന്ന് പുള്ളിയെ ഇന്റർവ്യൂ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ പറ്റി പറയണത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ അതിൽ അടിച്ചു കയറ്റും. അത് മുകേഷ് തന്നെ ആയിരിക്കും. മലയാള സിനിമയിൽ അങ്ങനെ ഒരു പറച്ചിലുണ്ട്. അതായത് എന്തായിരുന്നത്? മുകേഷ്, ജഗദീഷ്, അപ്പഹാജ, ഗണേഷ്, അശോകൻ ഇവരൊക്കെ ആഘോഷിച്ച പോലെ യുവത്വം മലയാള സിനിമയിൽ അങ്ങനെ ആളുകൾക്ക് ആഘോഷിക്കാൻ പറ്റില്ല. ഇൻ ടേംസ് ഓഫ് പാർട്ടി അല്ലെങ്കിൽ മറ്റേ കളിയാക്കലുകൾ, ട്രിപ്പുകൾ, സന്തോഷം, അവസരങ്ങൾ, പലപ്പോഴും ഇങ്ങനെ കൂട്ടം ചേർന്നിട്ടുള്ള സിനിമകളും ആ സമയത്ത് കുറെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതായത് 4 ചെറുപ്പക്കാർ അങ്ങനത്തെ സിനിമകളും ഉണ്ടായിട്ടുണ്ടല്ലോ. ഏറ്റവും ജീവിതത്തിൽ ആ വിധത്തിൽ സൗഭാഗ്യം അനുഭവിച്ചിട്ടുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. സംഘം, കോട്ടയം കുഞ്ഞച്ചൻ, ഹരിഹർനഗർ, ഈ 3 പടവും അങ്ങനെ തന്നെ ആയിരുന്നു. ഇവരെല്ലാരും ഉണ്ടായിരുന്നല്ലോ. ആ. 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 അതിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമയാണ്. അത് സംഘത്തിന്റെ ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഫസ്റ്റ് ഇന്റർവെൽ വരെയുള്ള സീൻസ് ആ. ഭയങ്കര ഒരു എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. നമുക്ക് ട്രിപ്പ്, നിങ്ങൾ പറഞ്ഞ ഒരു ട്രിപ്പ്, കൊടൈക്കനാൽ പോയി, ഞങ്ങള് ചെന്നൈയിൽ പോയി, പിന്നെ കുട്ടനാട്, ആ വഞ്ചി സംഘത്തില് വള്ളം പൊട്ടിത്തെറിക്കണ സീനൊക്കെ ഇല്ലേ, അതെനിക്ക് തോന്നുന്നു ചെറിയൊരു ബോംബ വെച്ചോന്നു, പക്ഷെ അത് പൊട്ടിത്തെറിച്ചിട്ട് ആ വള്ളം അങ്ങ് രണ്ടായി പോയിട്ട് ആ തുഴഞ്ഞ ആൾക്കാരൊക്കെ ആ കുട്ടനാട് കായലിൽ പോയിട്ട്, കായലല്ലേ അത് കുട്ടനാട്, അതിൻ്റെ അകത്ത് പോയിട്ട് അവരുടെ കുടുംബക്കാരൊക്കെ കരയിൽ നിൽപ്പുണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കളഞ്ഞു. പക്ഷെ എല്ലാവരും നീന്തി രക്ഷപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നു. എനിക്കും ആ സമയത്തൊരു ആക്സിഡന്റ് പറ്റുണ്ടായിരുന്നു. ആ ഒരു പാട്ട് സീനിൽ മമ്മൂക്ക വലിയൊരു വള്ളം തുഴയാൻ നമ്മൾ ഈ താറാവിനൊക്കെ കൊണ്ടു നടക്കുന്നത് ഒതുമ്പ് വെള്ളമല്ലേ, ബാലൻസ് ഉണ്ടാവില്ല, അത് ഇത്രയുള്ള ആ വെള്ളം കാലം ജസ്റ്റ് നീട്ടി വെക്കാം.
അപ്പൊ ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഞാനിങ്ങനെ കൈവച്ച് ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പോഴത്തേക്ക് ഇതിന്റെ ഭയങ്കര പ്രഷർ, ഈ വെള്ളം ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കും, എന്നെ കൊണ്ട് അടിച്ച് താഴത്തോട്ട് കൊണ്ടുപോയി കളഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ വെള്ളത്തിന്റെ അടി നിൽക്കുമ്പോൾ ഈ സാധനം മുകളിൽ കൂടെ പോണ കാണാം. വലിയ വെള്ളമല്ലേ, എത്ര 100 അടി, എന്താണ് 100 അടിയുടെ മുകളിലുണ്ടെന്ന് തോന്നുന്നത്. അങ്ങനെ ബ്ലേഡ് പോലെ ഇങ്ങനെ പോകും, അടിഭാഗം ഇങ്ങനെ ബ്ലേഡ് പോലെ ഇരിക്കണേ. പക്ഷെ നമ്മളിങ്ങനെ പുള്ള് ചെയ്യും അത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അതങ്ങ് പാസ് ചെയ്ത് പോലും ഞാനിങ്ങനെ പൊങ്ങി വന്ന്. നമുക്ക് പറയാൻ വഴക്കം പറഞ്ഞു, എന്താടാ നീ കാണിച്ചെന്നൊക്കെ പറഞ്ഞേ. അതായത് അങ്ങനെ ഒരു കൺസേൺ വളരെ ജെന്യുവൻ ആയിട്ട് തന്നെ ഉണ്ടല്ലേ. അതായത് ഈ വലിയേട്ടൻ ഇമോഷൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരാളാണ്. അത് എനിക്കാണ് മമ്മൂക്കയോ അതെ മോഹൻലാലോ അതെ, ആ അവര് ചെയ്യുന്ന വർക്കിൽ അവര് ബാക്കി എല്ലാവരും ടേക്ക് കെയർ ചെയ്യും. ആ കൺസേൺ ഉണ്ട്. ആ, അവര് എല്ലാവരും സേഫ് ആയിരിക്കണം, കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കിട്ടണം എന്നൊക്കെ അവർ ശ്രദ്ധിക്കും. ഓക്കെ. ഈ മമ്മൂക്ക ഈ സെറ്റിൽ ബിരിയാണി വിളമ്പുന്ന ഒരു ട്രഡീഷൻ ഇപ്പൊ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാനുള്ളപ്പോഴൊന്നും അങ്ങനെ തന്നിട്ടില്ല, എനിക്ക് അതൊന്നല്ല കിട്ടിയിട്ടില്ല. അല്ലേ? ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ ബിരിയാണി നമ്മളെ സംഭവം ഒന്നും ആ. എനിക്ക് ആ ഒരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്കതും പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി, മമ്മൂട്ടി കമ്പനി തുടങ്ങിയപ്പോഴാണ് കുറച്ചുകൂടി ആണല്ലേ, ചെയ്യാൻ ചിലപ്പോ തുടങ്ങുന്നത് തോന്നുന്നുണ്ട്. അതായിരിക്കും. യൂട്യൂബിലൊക്കെ കാണാറുണ്ട് അങ്ങനെ പുള്ളി വിളമ്പണതൊക്കെ. നൗഷാദൊക്കെ ഉള്ള സമയത്ത്, യെസ്. പ്രൊഡ്യൂസർ നൗഷാദൊക്കെ ഉള്ള സമയത്ത്. അദ്ദേഹം എപ്പോഴാണ് ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്ക് ആവാൻ തുടങ്ങിയത്? അതായത് എല്ലാ ഭക്ഷണവും കുറച്ചേ കഴിക്കുള്ളൂ, അങ്ങനെ മൂക്ക് പൊട്ട ഭക്ഷണം കഴിക്കില്ല, ഇപ്പൊ പച്ചക്കറികൾ കഴിക്കുള്ളൂ, അങ്ങനെ ഭയങ്കര ഹെൽത്ത് ഫ്രീക്ക് ആവാൻ തുടങ്ങിയത് ഏത് സമയം തൊട്ടാണ് ഓർമ്മയുണ്ടോ? ഞാൻ സൈനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങള് ഹോട്ടലിൽ നിന്ന് ഒരുപാട് ഉം. ദൂരമാണ് ഈ ലൊക്കേഷൻ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പുറയിൽ വണ്ടി. ഉം. അവിടെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു, അവിടെ ഭയങ്കര ബീഫ്, നല്ല അടിപൊളി ബീഫ് കിട്ടുമായിരുന്നു. ആ. എല്ലാ ദിവസവും പോയി പുള്ളിയും എല്ലാവരും കൂടെ പോയി ബീഫ് കഴിച്ചിട്ടാണ് പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോകണത്. ആ. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ പുള്ളി കൊളസ്ട്രോൾ ഒന്ന് നോക്കിയപ്പോൾ 400 ജില്ലാനത്ത് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷമൊക്കെ പിന്നെ ഡയറ്റ് പിടിച്ചിട്ടുണ്ടാവല്ലേ? ഈ പണ്ട് മുതലേ ഡയറ്റ് ഒക്കെ നോക്കണ ആളാന്ന് തോന്നുന്നു, എക്സസൈസും ആ വർക്കൗട്ടും ഒക്കെ ചെയ്യുന്ന ആളാണ്. ആ ആ ആ. എങ്ങനെയാ സ്വയം ഡയറ്റും വർക്കൗട്ടും ഒക്കെ ആരെ അപ്പ ഹാജിയുടെ? ഡയറ്റ് എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ്, ആ. എന്ന് വെച്ചാൽ ഭക്ഷണം വീക്ക്നെസ് ആണ്, ഡയറ്റ് അല്ല. ഡയറ്റ് പൊട്ടിക്കാന്നുള്ളത്. ഞാൻ 87-ലാന്ന് തോന്നുന്നു ജാലകം, 85-ലാണ് എന്നെന്നും കണ്ണേട്ടെ, ആ 87 ജാലകം, ആ. അങ്ങനെയാണ് ജഗദീഷിനെ ഫസ്റ്റ് ആ മീറ്റ് ചെയ്യണം. മീറ്റ് ചെയ്യണം. ഇപ്പൊ ട്രിവാൻഡ്രത്തൊക്കെ ഈ ഡബിങ്ങിനും ട്രിവാൻഡ്രത്ത് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ജഗദീഷ് എന്നെ വീട്ടിൽ വിളിച്ചോണ്ട് പോകും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക്. ജഗദീഷ് വൈഫുണ്ട്, വൈഫിന്റെ മദർ സ്കൂളിലൊരു പ്രിൻസിപ്പൾ ആയിരുന്നു. അപ്പൊ അവിടുത്തെ ഭക്ഷണം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ചെറിയ മീനുകൾ, ഈ നത്തോലി പോലത്തെ മീനുകൾ, കൊഴുവ. കൊഴുവ ഇവിടെ ട്രിവാൻഡ്രത്ത് അധികം കിട്ടില്ല, എറണാകുളത്ത് കിട്ടും. നത്തോലിയാണ്. നത്തോലിയാണ് നത്തോലിയാണ് ഇവിടെ മെയിൻ. ആ ചെറിയ മീനിൽ വെച്ച് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം. അത് ഞാൻ തിരുവനന്തപുരത്ത് കുറെ പേര്, ഇപ്പൊ സുരേഷ് ഗോപിയുടെ വീട്ടിലാണെങ്കിലും പോയി ഭക്ഷണം കഴിക്കുമായിരുന്നു. കൃഷ്ണകുമാറിന്റെ അമ്മ ഭയങ്കരമായിട്ട് എന്താ ഉണ്ടാക്കി തരാ? അവര് പ്രത്യേക രീതിയിലാണ് ആ തൈര് ഉറ ഒഴിക്കണതും, ആ തൈര് മാത്രം മതി. പിന്നെ വെജിറ്റേറിയൻ ഫുഡ് അവര് 2-3 കറികളുണ്ട് അവരുടെ സ്ഥിരം. പായസം ആണെങ്കിലും ഗംഭീരമായിട്ട് ഉണ്ടായിരുന്നു. കിച്ചൂടെ അന്നാണ് ഞാൻ ഫസ്റ്റ്, എനിക്ക് തോന്നി അരിപ്പായസം, പാൽ അടപ്രഥമൻ എന്നാണ് അതിന് പറയുന്നത്. അട വേറെയാണ്, പാലട വേറെയാണല്ലോ. അട വേറെ. ഈ അരി വെച്ചിട്ടുണ്ടാക്കിയ പായസം കൃഷ്ണകുമാറിന്റെ അമ്മ തന്നിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തേക്കണത്. പിന്നെ ഈ തൈര് അതൊരു പ്രത്യേക ഇങ്ങനെ ബ്ലോക്ക് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം, അങ്ങനെ ഒറ ഒഴിക്കണ രീതിയാന്ന് തോന്നുന്നു. ഞാനും എറണാകുളത്ത് നിന്ന് ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞിട്ട്, എറണാകുളത്ത് ഞാനും മുകേഷിനോട് ട്രിവാൻഡ്രം വന്നപ്പോൾ കൊല്ലത്തിറങ്ങി മുകേഷിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, മമ്മൂക്കയുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്.